Hello dears, welcome to the class. Today we are going to introduce our new unit. Unit name is Friends in Shelf. ഷെൽഫിലെ കൂട്ടുകാർ. ആരാണ് ഷെൽഫിലെ കൂട്ടുകാർ? ബുക്സ് ആണ്, കണ്ടില്ലേ? ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് അവർ ക്ലാസ്. ബർത്ത്ഡേ ഗിഫ്റ്റ്. ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റാണ്. ഓൾ ഗേവ് മീ ബുക്സ് വിത്ത് നൈസ് പിക്ചേഴ്സ് ടു. വാവ്, ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ്. ഒരു കുട്ടിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് ഒരുപാട് ബുക്സാണ്. അതിലൊക്കെ എന്താണുള്ളത്? നൈസ് പിക്ചേഴ്സ്, നല്ല ഭംഗിയുള്ള ചിത്രങ്ങളുമുണ്ട്. അപ്പോൾ ആ കുട്ടി പറയാണ്, ഐ വിൽ ഗിവ് ദം ടു ദ സ്കൂൾ ലൈബ്രറി. ഞാനിതൊക്കെ സ്കൂൾ ലൈബ്രറിയിലേക്ക് കൊടുക്കും. 2 bundles ഓഫ് 10 ബുക്സ്. 2 കെട്ട് ബുക്കുകളാണ് കിട്ടിയിരിക്കുന്നത്. ഒരു കെട്ടിൽ 10 ബുക്കാണുള്ളത്. അപ്പോൾ 2 കെട്ടിലും കൂടി എത്രയാണ്? 10 + 10. 10 + 10 20. 20 ബുക്കുകളാണ് കിട്ടിയിരിക്കുന്നത്. ഹൗ മെനി ബുക്സ് ഓൺ ദ ടേബിൾ? ടേബിളിൽ എത്ര ബുക്സുകളുണ്ട്? നമ്മൾ എണ്ണി പറഞ്ഞു കഴിഞ്ഞു. എത്രയാണ്? 2 കെട്ടുകളാണുള്ളത്. ഒരു കെട്ടിൽ 10, മറ്റേ കെട്ടിലും 10. അപ്പോൾ 10 + 10 20. 20 ബുക്സാണ് ടേബിളിലുള്ളത്. ഷീ വാണ്ട്സ് ടു മേക്ക് 4 ഈക്വൽ ബണ്ടിൽസ്. ഹൗ മെനി ബുക്സ് ഇൻ 1 ബണ്ടിൽ? അവൾക്ക് 4 ഈക്വൽ ആയിട്ടുള്ള കെട്ടുകളാക്കി മാറ്റണം. ഇപ്പോൾ 2 കെട്ടാണുള്ളത്. ഇനി എത്രയാക്കി മാറ്റണം? 4 കെട്ടുകളാക്കിയിട്ടാണ് മാറ്റേണ്ടത്. ഹൗ മെനി ബുക്സ് ഇൻ 1 ബണ്ടിൽ? അങ്ങനെ 4 കെട്ടുകളാക്കുമ്പോൾ ഒരു ബണ്ടിലിൽ എത്ര ബുക്സ് ഉണ്ടായിരിക്കും? അപ്പോൾ ആ കുട്ടികൾ സംസാരിക്കുന്നത് നോക്കൂ. ഹാഫ് ഓഫ് 20 ഈസ് 10. 20ൻ്റെ പകുതി എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ മറ്റേ കുട്ടി പറയാണ്, ഹാഫ് ഓഫ് 10 ഈസ് 5. 10ൻ്റെ പകുതി എന്ന് പറയുന്നത് 5 ആണ്. സോ ജസ്റ്റ് ടേക്ക് ഹാഫ് ഓഫ് ഈച്ച് ബണ്ടിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ കെട്ടിൽ 10 ബുക്കാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി ആക്കിയാൽ മതി അല്ലേ? അപ്പോൾ രണ്ടാമത്തെ കെട്ടിൻ്റെ പകുതി ആക്കുമ്പോഴും എത്രയാണ് കിട്ടുക? 5 ബുക്കാണ് ഓരോ ബണ്ടിലിലും ഉണ്ടാവുക അല്ലേ? 10ൻ്റെ പകുതി 5 ആണ്. അപ്പോൾ ആദ്യത്തെ കെട്ടിൽ നിന്ന് നമുക്ക് 2 കെട്ട് കിട്ടും. രണ്ടാമത്തേതിൽ നിന്ന് 2 കെട്ട് കിട്ടും ഇല്ലേ? അപ്പോൾ 4 ബണ്ടിലായി. നമുക്കതൊന്ന് പിക്ചറിലൂടെ നോക്കാം. കണ്ടില്ലേ? ആദ്യത്തെ ബണ്ടിലിൽ 10 ആണുള്ളത്. രണ്ടാമത്തെ ബണ്ടിലിലും 10 ആണ്. അപ്പോൾ ടോട്ടൽ 20 ആണ് ഉള്ളത്. ഇനി ഇത് നമുക്ക് 4 ബണ്ടിലാക്കണം. എങ്ങനെയാണ് 4 ബണ്ടിലാക്കുക? ആദ്യത്തേതിൽ 10 ആണുള്ളത്. അപ്പോൾ 10ൻ്റെ പകുതിയാക്കുക. എത്രയാണ് കിട്ടുന്നത്? 5 + 5 10 അല്ലേ? അതുപോലെ തന്നെ രണ്ടാമത്തെ ബണ്ടിലും നമുക്ക് പകുതിയാക്കാം. അപ്പോൾ നമുക്ക് 5 + 5 കിട്ടും. കണ്ടില്ലേ? 4 ബണ്ടിലായി മാറി. ഇപ്പോൾ 5ൻ്റെ 4 ബണ്ടിലായി. അപ്പോൾ ടോട്ടൽ 20. ബുക്സ് ഓൺ ദ ഷെൽഫ്. ഷെൽഫിൽ ബുക്കുകൾ. ഹൗ മെനി ബുക്സ് ഇൻ ദ ഫസ്റ്റ് 2 rows? 10 and 10 make 20 ബുക്സ്. ആദ്യത്തെ റോയിൽ, റോ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ? ഷെൽഫിൽ ഓരോ നിരയായിട്ടാണ് ബുക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ വരിയിലും എത്രയാണുള്ളത്? 10 ബുക്കാണ്. അപ്പോൾ 2 വരി എന്ന് പറയുമ്പോൾ, 2 റോ എന്ന് പറയുമ്പോൾ 10 and 10 ആണ് അല്ലേ? 20 ബുക്സാണ് ഉള്ളത്. ഇനി 10 ബുക്സ് ഇൻ ദ തേർഡ് റോ. മൂന്നാമത്തെ റോയിലും 10 ബുക്ക് വന്നാൽ ഇപ്പോൾ എത്ര ബുക്കായി? 20 and 10 make 30 ബുക്സ്. 20ഉം 10ഉം കൂടുമ്പോൾ എത്ര ബുക്കായി? 30 ബുക്കാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ കാണിച്ച പെൺകുട്ടി അങ്ങോട്ട് വന്നു. ഐ വിൽ കീപ്പ് മൈ 20 ബുക്സ് ഓൾസോ ഹിയർ. എന്നിട്ട് പറയാണ്, ഞാൻ എൻ്റെ 20 ബുക്കുകൾ ഇവിടെ സൂക്ഷിക്കും. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട് പറയാണ്, 10 ബുക്സ് ഇൻ ഈച്ച് റോ. ഓരോ റോയിലും 10 ബുക്ക് വീതമാണ് വെക്കേണ്ടത് എന്ന്. വിത്ത് ബുക്സ് ഇൻ ദ 4th റോ. 30 and 10 make 40 ബുക്സ്. ഇപ്പോൾ 30 ബുക്കാണ് ഉള്ളത് അല്ലേ? ഇനി നാലാമത്തെ റോയിൽ 10 ബുക്കും കൂടി വന്നാൽ എത്രയായിരിക്കും? 30 and 10. 30 + 10 40. 40 ബുക്കുകളാണ് ഉണ്ടാവുക. ആൻഡ് 10 ബുക്സ് ഇൻ ദ 5th റോ. ഹൗ മെനി ബുക്സ് നൗ? അഞ്ചാമത്തെ റോയിൽ 10 ബുക്ക് കൂടി വന്നാൽ
എത്രയാണ്? 40 പ്ലസ് 10 50 ബുക്സാണ്. 50 ബുക്കാണ് ഉണ്ടാവുക. ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് ഇൻ ദ ഷെൽഫ്. ഇപ്പോൾ ഷെൽഫിൽ ആകെയുള്ള ബുക്കുകൾ എത്രയാണ്? 5 റോ ആണ് ഉള്ളത് അല്ലേ? ഒരു റോയിൽ 10 ആണ്, രണ്ടാമത്തേതിലും 10 ആണ്, മൂന്നാമത്തേതിലും നാലാമത്തേതിലും അഞ്ചാമത്തേതിലും ഒക്കെ 10 ആണ്. അപ്പോൾ 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 10 5 തവണ 10 വരുമ്പോൾ 10, 20, 30, 40, 50. 10, 20, 30, 40, 50 50 ബുക്സാണ് ഇപ്പോൾ ടോട്ടൽ ആ ഷെൽഫിലുള്ളത്. ബുക്സ് ടു ദ ക്ലാസ്സസ്. ക്ലാസ്സിലേക്കുള്ള ബുക്കുകളാണ്. ക്ലാസ് ലീഡേഴ്സ് ടുക്ക് ബുക്സ് ഫോർ ദെയർ ക്ലാസ്സസ്. ഈച്ച് ബണ്ടിൽ ഹാസ് 10 ബുക്സ്. സീ ഹൗ മെനി ഫോർ ഈച്ച് ക്ലാസ്. ക്ലാസ് ലീഡേഴ്സ് വന്ന് അവരുടെ ക്ലാസ്സിലേക്ക് ആവശ്യമായ ബുക്സ് എടുത്തു കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഒരു കെട്ടിൽ 10 ബുക്കാണ്. അപ്പോൾ ഓരോ ക്ലാസ്സിനും എത്ര ബുക്സാണ് എടുത്തത് എന്ന് നോക്കാം. ആദ്യം ക്ലാസ് 1 ആണ് ഒന്നാം ക്ലാസ് എടുത്തു കൊണ്ടുപോയത്. കണ്ടില്ലേ, 3 ബണ്ടിലാണ് അല്ലേ? ഒരു ബണ്ടിലിൽ 10 ആണ്. അപ്പോൾ രണ്ടാമത്തെ ബണ്ടിലും മൂന്നാമത്തേതിലും 10 തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ 10 പ്ലസ് 10 പ്ലസ് 10 3 തവണ 10 ആഡ് ചെയ്യുക. അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 10, 20, 30 30 കിട്ടുന്നത്. 1 പ്ലസ് 1 പ്ലസ് 1 3 എന്ന് പഠിച്ചു. അതുപോലെ തന്നെയാണ് 10 പ്ലസ് 10 പ്ലസ് 10 30. ഇനി നമുക്ക് ഈ 30യെ വേറൊരു രൂപത്തിൽ എഴുതാം. എങ്ങനെയാണ്? നമ്മൾ 1 പ്ലസ് 2 3 എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അതുപോലെ നമുക്ക് 10 പ്ലസ് 20 എത്രയാണ്? 30 എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് 30 ബുക്സാണ് കൊണ്ടുപോയത്. ഇനി സെക്കൻഡ് സ്റ്റാൻഡേർഡ് നോക്കൂ. എത്ര ബണ്ടിലാണുള്ളത്? 3 ബണ്ടിലും അതിൻ്റെ കൂടെ ഒരു ബണ്ടിൽ വേറെയും അല്ലേ? അപ്പോൾ 3 ബണ്ടിൽ എന്ന് പറയുന്നത് 10, 20, 30. 30 പ്ലസ് 10 എത്രയാണ് വരുന്നത്? 40. ഇനി തേർഡ് സ്റ്റാൻഡേർഡ് കൊണ്ടുപോയിരിക്കുന്നത് 10, 20, 30, 40 പ്ലസ് വേറൊരു ബണ്ടിൽ കൂടിയുണ്ട് അല്ലേ? 10. അപ്പോൾ 40 പ്ലസ് 10 50. ഇനി ഫോർത്ത് സ്റ്റാൻഡേർഡ് കൊണ്ടുപോയത് എത്രയാണെന്ന് നോക്കൂ. 10, 20, 30, 40, 50, 60 പ്ലസ് 10. 60 പ്ലസ് 10 70 70. ഇനി ക്ലാസ് 5 നോക്കൂ. എത്ര ബണ്ടിലാണുള്ളത്? 1, 2, 3, 4, 5, 6, 7 പ്ലസ് 1 അല്ലേ? അങ്ങനെയാവുമ്പോൾ 10, 20, 30, 40, 50, 60, 70 പ്ലസ് 10. 70 പ്ലസ് 10 80. 80 ബുക്സാണ് ക്ലാസ് 5 കൊണ്ടുപോയത്. ഓഫ് 10 put a tick mark if correct and cross mark if wrong in the boxes. പിക്ചറിൽ തന്നിരിക്കുന്ന നമ്പേഴ്സ് കറക്റ്റ് ആണോ എന്നെണ്ണി നോക്കിയിട്ട് നമുക്കവിടെ നമ്പർ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതും വെച്ച് മാച്ച് ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ ടിക്ക് മാർക്ക് ഇടണം, അല്ലെങ്കിൽ ക്രോസ് മാർക്ക് ഇടണം. അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യത്തേത് ലീവ്സ് ആണ് അല്ലേ? ഓരോ ലീവ്സും 10 ആണ്. അപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ 10, 20, 30, 40, 50 50 ലീവ്സ് ആണ് ഉള്ളത്. പക്ഷേ അവിടെ എഴുതിയിരിക്കുന്നത് 40 എന്നാണ്. അപ്പോൾ അത് റോങ് ആണ്, തെറ്റാണ്. അപ്പോൾ ക്രോസ് മാർക്ക് ഇടണം. അടുത്തത് 10, 20, 30 കറക്റ്റാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ടിക്ക് മാർക്ക് ഇടണം. നെക്സ്റ്റ് 10, 20, 30, 40 പക്ഷേ അവിടെ എഴുതിയിരിക്കുന്നത് 50 എന്നാണ്. അപ്പോൾ അവിടെ ക്രോസ് മാർക്കാണ്, തെറ്റാണ് അല്ലേ? അടുത്തത് 10, 20, 30, 40, 50, 60 ആണുള്ളത്. പക്ഷേ തന്നിരിക്കുന്നത് 80 ആണ്. അപ്പോൾ അതും ക്രോസ് മാർക്കാണ് ഇടേണ്ടത്. നെക്സ്റ്റ് നോക്കൂ. 10, 20, 30, 40, 50, 60, 70 70 തന്നെയാണ്, കറക്റ്റാണ് അല്ലേ? അപ്പോൾ ടിക്ക് മാർക്ക് ഇടുമോ? നെക്സ്റ്റ് 10, 20, 30, 40, 50 അത് കറക്റ്റാണ്. അപ്പോൾ അവിടെയും ടിക്ക് മാർക്ക് ഇടണം. മാംഗോ ഷവേഴ്സ്.
On the way back from school, Malu and her friends went to the mango grove of Nanu Chetan. സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി മാളുവും കൂട്ടുകാരും നാണുചേട്ടൻ്റെ മാവിൻ തോപ്പിലൊന്ന് കയറി. അപ്പോൾ അയാൾ പറയാണ്, ഐ ഹാവ് ഫിൽഡ് എ ബാസ്ക്കറ്റ് വിത്ത് 50 മാംഗോസ്. ഞാനൊരു ബാസ്ക്കറ്റ് ഫില്ല് ചെയ്ത് വെച്ചു 50 മാങ്ങ കൊണ്ട്. വി വിൽ ഹെൽപ്പ് യു ടു ഫിൽ ദ അതർ ബാസ്ക്കറ്റ്സ്. അപ്പോൾ ഇവർ പറയാണ്, അടുത്ത ബാസ്ക്കറ്റ്സ് ഫില്ല് ചെയ്യാൻ ഞങ്ങൾ സഹായിക്കാം എന്ന് പറഞ്ഞ് ചെല്ലുകയാണ്. ഐ വിൽ കൗണ്ട് ദ മാംഗോസ് യു പുട്ട് ഇൻ ദ ബാസ്ക്കറ്റ്. മാള് പറയാണ്, ഞാൻ കൗണ്ട് ചെയ്യാം, ഞാൻ എണ്ണിത്തരാം മാങ്ങകൾ, നീ അത് ബാസ്ക്കറ്റിൽ ഇടൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഗോ എഹെഡ്, ശരിയെന്ന് ആ കുട്ടി സമ്മതിച്ചു. മാളു പുട്ട് 10 മാംഗോസ് ഇൻ അനദർ ബാസ്ക്കറ്റ്. ഹൗ മെനി മാംഗോസ് ഇൻ ബോത്ത് ദ ബാസ്ക്കറ്റ്സ് ടുഗദർ? മാളു 10 മാങ്ങ എടുത്ത് വേറൊരു ബാസ്ക്കറ്റിൽ ഇട്ടു. അപ്പോൾ ആദ്യം 50 മാങ്ങകൾ നാണുചേട്ടൻ നിറച്ചു വെച്ചിരുന്നു അല്ലേ, അത് കൂടാതെയാണ് വേറെ ബാസ്ക്കറ്റിൽ 10 മാംഗോസ് ഇപ്പോൾ ഇട്ടത്. അപ്പോൾ രണ്ടും കൂടി എത്രയാണ്? 50 ആൻഡ് 10 മേക്ക് 60. 50ഉം 10ഉം 60 മാംഗോസായി ഇപ്പോൾ. ഇഫ ഓൾസോ പുട്ട് 10 മാംഗോസ് ഇൻ എ ബാസ്ക്കറ്റ്. നൗ 60 ആൻഡ് 10 70 മാംഗോസ്. ഇഫ 10 മാങ്ങ കൂടി ഇട്ടു. അപ്പോൾ 60ൻ്റെ കൂടെ 10 കൂടി ചേരുമ്പോൾ 70, 70ആയി. അരുൺ ടുക്ക് 10 മാംഗോസ് ആൻഡ് പുട്ട് ദം ഇൻ എ ബാസ്ക്കറ്റ്. അരുൺ 10 എണ്ണം ഇട്ടു. അപ്പോൾ 70 ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ 10 കൂടി ചേരുമ്പോൾ 70 + 10 80, 80 മാങ്ങകളായി. ഷെറിൻ ഓൾസോ പുട്ട് 10 മോർ മാംഗോസ് ഇൻ ദ ബാസ്ക്കറ്റ്. ഷെറിൻ വീണ്ടും 10 എണ്ണം ബാസ്ക്കറ്റിലേക്ക് ഇട്ടു. അപ്പോൾ 80 ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ 10 കൂടുമ്പോൾ 80 + 10 90, 90 മാങ്ങകളായി. ആസിഫ് പുട്ട് 10 മോർ ഇൻ ദ ബാസ്ക്കറ്റ്. ലാസ്റ്റ് ആസിഫ് 10 എണ്ണം കൂടി ഇട്ടു. അപ്പോൾ എത്രയുണ്ടായിരുന്നു? 90 ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ 10 കൂടുമ്പോൾ 90 ആൻഡ് 10 100 മാംഗോസ്, 100 മാങ്ങകളായി. വെൻ ടെൻസ് ജോയിൻ, 10കൾ ചേരുമ്പോൾ എത്രയാണ്? ആദ്യത്തേത് 10 ആണ് അല്ലേ, അപ്പോൾ 10 മാത്രം എഴുതി. രണ്ടാമത്തേത് 2 തവണ 10 ഉണ്ട്, അപ്പോൾ 10 + 10 20, 20. മൂന്നാമത്തേത് 20 + 10 30, 30. നാലാമത്തേത് നോക്കൂ, 30 + 10 40, 40. ഇനി 40 + 10 50, 50. 50 + 10 60, 60. നെക്സ്റ്റ് 60 + 10 70, 70. 70 + 10 80, 80. 80 + 10 90, 90. 90 + 10 100, 100. All the mangoes are in the basket now. നാണുചേട്ടൻ ഈസ് ഹാപ്പി. അങ്ങനെ എല്ലാ മാങ്ങകളും ബാസ്ക്കറ്റിലായി. നാണുചേട്ടന് ഹാപ്പിയായി. ത്രെഡിങ് ബീഡ്സ്, മണികൾ കോർക്കുകയാണ്. മാളു ആൻഡ് ഹെർ ഫ്രണ്ട് ആർ ത്രെഡിങ് ബീഡ്സ് ടു മേക്ക് എ ചെയിൻ. ദർ ആർ റെഡ് ആൻഡ് യെല്ലോ ബീഡ്സ്. മാളുവും ഫ്രണ്ടും കൂടി മാല കോർക്കുകയാണ്. ചുവപ്പും മഞ്ഞയും നിറത്തിലുള്ള മണികളാണ്. ഹൗ മെനി ബീഡ്സ് ഡിഡ് യു ത്രെഡ്? അപ്പോൾ മാള് ചോദിക്കുകയാണ്, നീ എത്ര ബീഡ്സ് കോർത്തു? അപ്പോൾ ആ കുട്ടി പറയാണ്, 20 യെല്ലോ ആൻഡ് 5 റെഡ്. ഞാൻ 20 മഞ്ഞ മണികളും 5 ചുവന്ന മണികളും കോർത്തു. 20 ആൻഡ് 5 മേക്ക് 25. അപ്പോൾ ആ കുട്ടി എത്രയാണ് കോർത്തത്? 25, 25 ബീഡ്സാണ് കോർത്തത്. അപ്പോൾ മാള് പറയാണ്, ഐ ത്രെഡഡ് 20 യെല്ലോ ആൻഡ് 3 റെഡ്. ഞാൻ കോർത്തത് 20 മഞ്ഞ മണികളും 3 ചുവന്ന മണികളുമാണ്. അപ്പോൾ ടോട്ടൽ എത്രയായിരിക്കും? 20 ആൻഡ് 3 മേക്ക് 23. 20ഉം 3ഉം 23. ലെറ്റസ് ത്രെഡ് ബീഡ്സ്. നമുക്ക് മണികൾ കോർക്കാം. അപ്പോൾ ആദ്യത്തേത് നോക്കൂ. യെല്ലോ മണി എത്രയാണ്? 20യും റെഡ് 1ഉം ആണ്. അപ്പോൾ 20 ആൻഡ് 1
21 21. രണ്ടാമത്തേത് 20 യെല്ലോ 2 റെഡ് 22 22. നെക്സ്റ്റ് നമുക്ക് 20 യെല്ലോ തന്നിട്ടുണ്ട്, റെഡ് എത്രയാണെന്ന് തന്നിട്ടില്ല. അപ്പോൾ ടോട്ടൽ 23 എന്നും പറയുന്നുണ്ട്. അപ്പോൾ റെഡ് എത്രയായിരിക്കും? 20 ആൻഡ് 3 മേക്ക് 23. നെക്സ്റ്റ് 24 എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ റെഡ് 4 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 24 കിട്ടണമെങ്കിൽ 20 + 4 24. ലാസ്റ്റ് ഒന്നും തന്നിട്ടില്ല. യെല്ലോ എത്രയാണ്, റെഡ് എത്രയാണ് എന്ന് തന്നിട്ടില്ല. അപ്പോൾ 25 ആണെന്ന് തന്നിരിക്കുന്നു. അപ്പോൾ 20 + 5 25 25. Numbers on the beads. Write missing numbers on the beads. മിസ്സിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് എഴുതണം. ആദ്യത്തെ കോളം ബ്ലാങ്ക് ആണ്, പിന്നെ 16 ആണ് അല്ലേ? അപ്പോൾ 16 മുൻപ് വരുന്നത് ഏതായിരിക്കും? 15. അപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. 15 16 17 18 19 20 21 22 23 24 25. മലയാളത്തിൽ എങ്ങനെ പറയും? 15 16 17 18 19 20 21 22 23 24 25. They went to Oman Auntie's shop. Oh, so many things. How many each? Write the number in the box. പിന്നെ അവർ ഓമന ആൻറ്റിയുടെ ഷോപ്പിൽ പോയി. അവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കി കൗണ്ട് ചെയ്ത് എഴുതാൻ പറഞ്ഞിരിക്കുന്നു. ടോഫീസാണ് തന്നിരിക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ. ആദ്യത്തെ റോയിൽ 10 ടോഫീസും രണ്ടാമത്തേതിൽ 10 ടോഫീസും ഉണ്ട്. അപ്പോൾ 10 ആൻഡ് 10 20 എന്ന് കിട്ടി ഇല്ലേ? ഇനി അപ്പുറത്തേത് നോക്കൂ, ഒന്ന് കൗണ്ട് ചെയ്തു. 1 2 3 4 5 6 7 8 9 9 ആണുള്ളത്. 20 ആൻഡ് 9 മേക്ക് 29 29 ആണ് ടോഫീസ് ഉള്ളത്. ഹൗ മെനി മോർ ടോഫീസ് വുഡ് മേക്ക് 30? ഇനി എത്ര ടോഫീസ് ഉണ്ടായാലാണ് 30 ആവുക? ഇപ്പോൾ 29 ആണ് നമ്മൾ കൗണ്ട് ചെയ്തത്. 30 ആവാൻ എത്ര വേണം? 29 ആൻഡ് 1 മേക്ക് 30 ടോഫീസ്. 29ൻ്റെ കൂടി ഒന്നുകൂടി കൂട്ടിയാൽ നമുക്ക് 30 ടോഫീസ് കിട്ടും. റൈറ്റ് ദ നമ്പർ ഓഫ് തിങ്സ് ഇൻ ഈച്ച് സെറ്റ്. താഴെ തന്നിരിക്കുന്നത് കൗണ്ട് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത് ഇമോജികളാണ് അല്ലേ? അപ്പോൾ ആദ്യത്തേതിൽ 10 ആണ് ഫസ്റ്റ് റോയിലുള്ളത്. എത്ര റോ ഉണ്ട്? 2 റോയാണുള്ളത്. അപ്പോൾ 10 ആൻഡ് 10 മേക്ക് 20. പിന്നെ 4 ആണ് അപ്പുറത്തെ സൈഡിലുള്ളത്. 20 + 4 24. ഇനി ബോൾസ് നോക്കൂ. ആദ്യത്തെ റോയിൽ 10 ആണുള്ളത്. അങ്ങനെയുള്ള എത്ര റോയ്സ് ആണുള്ളത്? 4 റോ ആണുള്ളത്. അതിൻ്റെ അർത്ഥം 10 20 30 40 40 അല്ലേ? അപ്പുറത്ത് 2 ബോൾസ് ഉണ്ട്. അപ്പോൾ 40 ആൻഡ് 2 മേക്ക് 42. 40ഉം 2ഉം 42. നെക്സ്റ്റ് പിന്നുകളാണ്. ആദ്യത്തെ റോയിലുള്ളതാണ് കൗണ്ട് ചെയ്ത് നോക്കേണ്ടത്. ബാക്കിയുള്ളതൊക്കെ സെയിം ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ആദ്യത്തെ റോയിൽ 10 ആണ്. ബാക്കി ഇനി എത്ര റോ ഉണ്ട്? 1 2 3 4 5 6 7 റോസ് ആണുള്ളത് അല്ലേ? അപ്പോൾ ഒരു റോ 10 ആണെങ്കിൽ ബാക്കിയുള്ളത് 10 ആയിരിക്കും. അപ്പോൾ 10 20 30 40 50 60 70 70 പിൻസ് ഈ സൈഡിലും അപ്പുറത്ത് 8 പിൻസും ആണുള്ളത്. 70 ആൻഡ് 8 മേക്ക് 78. 70ഉം 8ഉം 78. അപ്പോൾ കൗണ്ട് ചെയ്യുമ്പോൾ എളുപ്പത്തിനായിട്ട് നമുക്ക് ആദ്യത്തെ റോ ഒന്ന് എണ്ണി നോക്കുക. ബാക്കിയുള്ളത് അതുപോലെ സെയിം ആണ് അല്ലേ? അപ്പോൾ ആ റോയുടെ എണ്ണം മാത്രം നോക്കി നമുക്ക് ആൻസർ എഴുതാം. 7 എണ്ണമാണെങ്കിൽ 70, 6 എണ്ണമാണെങ്കിൽ 60 അങ്ങനെ. ഇത് കണ്ടുപിടിക്കാനും എളുപ്പമല്ലേ? എത്ര റോയാണുള്ളത്? 1 2 3 4 5 6 റോയാണുള്ളത്. ആദ്യത്തെ റോയിൽ 10 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ
6 10 എന്ന് പറയുന്നത് 60 60 പ്ലസ് 3 63 63 63 ബിന്ദീസ്. എല്ലാവരും ഇതൊന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചേ. ആദ്യത്തെ റോയിൽ എത്രയാണുള്ളത്? 1 2 3 4 5 6 7 8 9 10 ബിന്ദീസാണ് ആദ്യത്തെ റോയിലുള്ളത്. ഇനി താഴേക്ക് എത്ര റോസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുക. എത്ര റോസ് ആണുള്ളത്? 10 ആണുള്ളത് അല്ലേ? അപ്പോൾ 10 ആണെങ്കിൽ ഒരു റോയിൽ 10 അങ്ങനെയുള്ള 10 റോ. അപ്പോൾ 10 20 30 40 50 60 70 80 90 100. എത്ര ബിന്ദീസാണുള്ളത്? 100 ബിന്ദീസാണുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്നായിട്ട് എണ്ണി നോക്കേണ്ട ആവശ്യമില്ല. ആദ്യം നിങ്ങൾ ഒരു റോയിൽ എത്രയാണ് എന്ന് കണ്ടുപിടിക്കുക. പിന്നെ താഴെയുള്ളത് സെയിം നമ്പർ ആണെങ്കിൽ, അതിനൊപ്പം തന്നെയാണ് ആ നമ്പേഴ്സ് ഉള്ളതെങ്കിൽ എത്ര റോ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചിട്ട് ആൻസർ എഴുതാം. ഓക്കെ. ആദ്യത്തെ റോയിൽ 10 ആണെങ്കിൽ 2 റോ ആണെങ്കിൽ 20. ആദ്യത്തെ റോയിൽ 10 ഉണ്ട്, 5 റോ ആണ് തന്നിരിക്കുന്നതെങ്കിൽ 50. കളർഫുൾ ബീഡ്സ്. ബീഡ്സ് ഓഫ് വേരിയസ് കളേഴ്സ് ആർ ഗിവൺ ടു 5 ചിൽഡ്രൻ. ഹൗ മെനി ബീഡ്സ് ഡിഡ് ഈച്ച് ഗെറ്റ്? 5 കുട്ടികൾക്ക് പല കളറിലുള്ള ബീഡ്സ് കൊടുത്തു. അപ്പോൾ ആർക്കൊക്കെ എത്ര വീതം കിട്ടിയെന്ന് നോക്കാം. ഇഫയ്ക്ക് കിട്ടിയത് 10 + 10 + 10 എത്രയാണ്? 10 20 30 പ്ലസ് 7 37 ബീഡ്സ് ആണ്. അരുണിന് 10 20 30 പ്ലസ് 5 35. ഷെറിനോ 10 20 30 40 50 പ്ലസ് 6 56. മാളുവിനോ 10 20 30 40 50 പ്ലസ് 8 58. ആസിഫിന് 10 20 30 40 പ്ലസ് 4 44. Write the number of beads from the largest to the smallest. ഇനി ഈ കിട്ടിയ നമ്പേഴ്സ് ലാർജസ്റ്റ് ടു ദ സ്മോളസ്റ്റ്, വലുതിൽ നിന്നും ചെറുതിലേക്ക് എഴുതണം. അപ്പോൾ ഏതാണ് ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്? 58 ആണ്. പിന്നെ 56 44 37 35 ഇങ്ങനെയാണ് എഴുതേണ്ടത്. Malu and her friends collected beads of different colors. How many beads of each color? മാളുവും ഫ്രണ്ട്സും ബീഡ്സ് കളക്ട് ചെയ്തു, വിവിധ നിറത്തിലുള്ളത്. അപ്പോൾ അത് എത്രയാണ് എന്ന് നോക്കാം. റെഡ് ചുവപ്പ് മുത്തുകൾ 50 and 4 മേക്ക് 54. റെഡ് എത്രയാണ്? 54 54. ഇനി യെല്ലോ ആണ്. 30 and 5 മേക്ക് 35 35. ഗ്രീൻ പച്ച കളറ് 60 and 6 മേക്ക് 66 66. ബ്ലൂ 47 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ എത്രയായിരിക്കും? 40 and 7 മേക്ക് 47. ബ്ലാക്ക് കറുപ്പ് കളറ് 28 എന്ന് തന്നിരിക്കുന്നു. അപ്പോൾ 20 and 8 മേക്ക് 28 28. സ്നേക്സ് ആൻഡ് ലാഡേഴ്സ് പാമ്പും കോണിയും. Let us play snakes and ladders. For that, write numbers from 1 to 100 in order. Don't forget to draw more snakes and ladders. ഒരു ഗെയിമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ പാമ്പും കോണിയും? ഇല്ലാത്തവരെല്ലാവരും പാരൻസിനോട് ചോദിച്ച് മനസ്സിലാക്കി കളിക്കണം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് ഈ തന്നിട്ടുള്ള കോളംസ് ഒന്ന് ഫില്ല് ചെയ്യണം. 1 തുടങ്ങി 100 വരെയാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ ഇതിൽ തന്നിരിക്കുന്ന സ്നേക്സും ലാഡേഴ്സും കൂടാതെ നിങ്ങളതിൽ വരച്ച് ചേർക്കുകയും വേണം. കണ്ടില്ലേ? ഇതുപോലെയാണ് സ്നേക്സ് ആൻഡ് ലാഡേഴ്സ് ഗെയിമിന് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കളിച്ച് നോക്കണം. ഓക്കെ. റൈറ്റ് ദ നമ്പേഴ്സ് ഇൻ ഓർഡർ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. വിട്ടുപോയത് ഫില്ല് ചെയ്യാനാണ് തന്നിരിക്കുന്നത്. 65 ആണ്. പിന്നെ 64 63 കുറഞ്ഞു വരികയാണ് അല്ലേ? നെക്സ്റ്റ് 62 61 60 59 58 57 56. ഓരോ നമ്പർ ഇങ്ങനെ കുറഞ്ഞ് വന്നു അല്ലേ? അടുത്തത് നോക്കാം. 88 89 90 തന്നിരിക്കുന്നു. അപ്പോൾ കൂടി പോവുകയാണ് അല്ലേ? അപ്പോൾ 88ന് മുമ്പ് എത്രയായിരിക്കും? 87 86. അത് കഴിഞ്ഞിട്ടല്ലേ 88 വരിക.
അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ എങ്ങനെ എഴുതണം? 86, 87, 88, 89, 90, 91, 92, 93, 94, 95. പിന്നെ ലാസ്റ്റ് ഉള്ളത് 28, 29, 30 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മുൻപ് ഉള്ളത് ഏതൊക്കെയാണ്? യെസ്, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. അപ്പോൾ എല്ലാവരും കംപ്ലീറ്റ് ചെയ്യണം. അടുത്ത പാറ്റേൺ നോക്കൂ. സെൻറ്ററിലാണ് 91 തന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മുൻപും ശേഷവും ഉള്ളത് നമ്മൾ കണ്ടുപിടിച്ച് എഴുതണം. രണ്ടാമത്തേത് 79 തന്നിരിക്കുന്നു, ലാസ്റ്റ് 74. അപ്പോൾ 79 വലുതാണ്, ലാസ്റ്റ് 74 എന്ന് പറയുമ്പോൾ ലാർജിൽ നിന്നും സ്മോളായി മാറി അല്ലേ. അടുത്തത് 93 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മുൻപുള്ളത് നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ ആദ്യത്തേത് 88, 89, 90. അത് കഴിഞ്ഞിട്ടാണ് 91 വരുന്നത്. 92, 93, 94. പിന്നെ 79, 78, 77, 76, 75, 74, 73. ലാസ്റ്റ് 87, 88, 89, 90, 91, 92, 93. Filling the blanks. 60, 50, 40. 10 വെച്ച് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് വരേണ്ടത് 30, 20, 10. രണ്ടാമത്തേത് നോക്കൂ. 45, 55, 65 കൂടുകയാണ് അല്ലേ. അപ്പോൾ 75, 85, 95. ഇനി 35, 40, 45. നെക്സ്റ്റ് 50, 55, 60.